അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ എന്ന് ഇട്ട് പറയുന്നത് ആ ഹർഫ് ഇസ്തിഫ്താഹ് എന്ന് മുതഅല്ലിമീങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ അതിനെ അലാ എന്നതിനെ ഇസ്തിഫ്താഹിന്റെ ഹർഫാണെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് അലായിട്ട് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇവിടെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഉള്ളത് കൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ഈ ബിദിക്രില്ലാഹി എന്ന് പറഞ്ഞത് ജാർ മജ്റൂർ ളർഫാൻ. ഞാൻ മുഖ്തസറിൽ മുഖ്തദാഹിറും ഖിലാഫുല്ലാഹിറും പഠിച്ചവരാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രം, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയ സമാധാനം ലഭിക്കുക എന്ന്. അപ്പോൾ മഅമൂലിനെ മുന്തിക്കുമ്പോ, ബിദിക്രില്ലാഹി എന്ന മഅമൂലിനെ മുന്തിക്കുമ്പോ, അപ്പൊ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് ഹൃദയ സമാധാനം ലഭിക്കുക, മനസ്സ് സമാധാനം ലഭിക്കുക. സമാധാനത്തിനിക്ക് വേണ്ടി നട്ടോട്ടം തിരിയുന്ന ഇക്കാലഘട്ടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് തന്നെ പറഞ്ഞു, അവന്റെ അസലിയായ ഖദീമായ കലാമ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സ് സമാധാനത്തിനിക്ക് വേണ്ടി TV കാണേണ്ടതോ അതേപോലെ തന്നെ മറ്റുള്ള കളിയിൽ ഏർപ്പെടുകയോ അതേപോലെ തന്നെ മറ്റുള്ള അനാശാസ്യ പ്രവണതകളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം കളയേണ്ടതില്ല. അലാ ബിദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് ഹൃദയ സമാധാനം കിട്ടുക. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞത് ദിക്റാണ്, അതേപോലെ തന്നെ ഖുതുബ ദിക്റാണ്, ജുമുഅ ദിക്റാണ്. അതുകൊണ്ടാണ് ഫസ്ഔ ഇലാ ദിക്രില്ലാഹി, ദിക്റിലേക്ക് നിങ്ങൾ വരിക എന്ന് പറഞ്ഞത്, വേഗം വരിക എന്ന്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി എന്ന് പറഞ്ഞത് ഇന്നത്തെ ജുമുഅ നമുക്ക് കഴിഞ്ഞുവല്ലോ. അപ്പൊ ഈ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞതിൽ ജുമുഅ നിസ്കാരവും പെടുന്നു, അന്നത്തെ ഖുതുബയും പെടുന്നു. കാരണം അവിടെ നിന്ന് ഖുതുബയിലേക്ക് വെള്ളിയാഴ്ച ദിവസം ആൾക്കാർ വരുന്നതിനെ കുറിച്ച് ഹദീസിൽ കാണാം. ആദ്യം വന്നവനിക്ക് ഒട്ടകത്തിന്റെ കൂലി, അതിൻ്റെ ശേഷം അതേപോലെ തന്നെ പശു അറുത്ത് കൊടുത്ത കൂലി, അതേപോലെ ആടറുത്ത കൂലി, അതേപോലെ തന്നെ കോഴി അറുത്ത് കൊടുത്ത കൂലി, അതേപോലെ തന്നെ മുട്ട കൊടുത്ത കൂലി. ഇപ്പൊ മുട്ട കിട്ടാത്തവർ വരെ ഉണ്ട്. കാരണം ജുമുഅക്ക് ഖതീബ് അവിടുന്ന് മിമ്പറയിലേക്ക് ചെന്നാൽ അവിടുന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഈ മലായിക്കത്തുൽ കിറാം അവര് മഞ്ഞനാടി പള്ളിന്റെ ആ പരിസരത്ത്, മഞ്ഞനാടി പള്ളിന്റെ വാതിൽക്കൽ അവർ നിൽക്കുകയാണ്. ഓരോരാളും വരുന്നവരാരാണ്, ആദ്യം വന്നവരാരാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഖതീബ് മിമ്പറയിലേക്ക് കയറിയാൽ അവിടുന്ന് വെച്ചിട്ട് അവർ തവഉ സുഹഫഹും, അവരുടെ ഏടുകളെ അവർ ചുരുട്ടി വെക്കുകയാണ്. യസ്തമിഊന ദിക്റ, അവർ ദിക്ർ കേൾക്കാൻ വേണ്ടി. അപ്പൊ ഖുതുബനെ കുറിച്ച് പറയുന്നത് ദിക്ർ എന്നാണ്. അതേപോലെ തന്നെ അഖിമിസ്സലാത്ത ദിക്രി, നിസ്കാരം ദിക്റാണ്. അപ്പോ പല പല നിലക്കും എല്ലാം ദിക്റിനിക്ക് വെറും ചെല്ലൽ മാത്രമല്ല, കുല്ലുമാ യുസാബു ഫാഇലുഹു എന്നും അതിനെക്കുറിച്ച് കാണാം. അതായത് ഒരു ഫാഇലിനിക്ക്, അതിനെ പ്രവർത്തിക്കുന്നവനിക്ക് കൂലി നൽകപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ദിക്റാണ്. അപ്പൊ ജമാഅത്തിലേക്ക് വരൽ കാലിന്റെ ദിക്റാണ്, അതേപോലെ തന്നെ സദഖ കൊടുക്കൽ കയ്യിന്റെ ദിക്റാണ്, ആലിമീങ്ങളെ നോക്കല്, ഖുർആന് നോക്കല്, അതേപോലെ തന്നെ കഅബ കാണല് കണ്ണിന്റെ ദിക്റാണ്, നല്ല ഈ വഅദ് കേൾക്കല് അത് അതിന്റെ ദിക്റാണ്. അങ്ങനെ ദിക്റുകൾ വെറും ഒരു ദിക്ർ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക മാത്രം ദിക്റല്ല. അപ്പോൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയ സമാധാനം ലഭിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതഅല്ലിമീങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ബിദിക്രില്ലാഹി എന്ന ജാർ മജ്റൂർ
അതേപോലെ തന്നെ ആ ദർഫിനെ മുന്തിക്കുമ്പോൾ തത്മഇന്നുൽ ഖുലൂബ്, അതുകൊണ്ട് മാത്രമേ ഹൃദയ സമാധാനം ലഭിക്കുന്നുള്ളൂ. അതോടുകൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ള മുഖ്തസർ പഠിച്ച കുട്ടികളാകുമ്പോൾ ഈ തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞത് അത് ഫിഅലിയായ ജുംലയാണ്. ഫിഅലിയായ ജുംല തജദ്ദുദ് ഹുദൂസിനെയാണ് ഫൈദപ്പിക്കുന്നത്. അപ്പോൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുമ്പോൾ ആ ദിക്ർ കൊണ്ട് നിനക്ക് സമാധാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് പൊതിഞ്ഞ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതോടുകൂടി അതിൻ്റെ ഉള്ളിൽ കൂടി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുമ്പോൾ പല ഖൽബുകൾ, അപ്പൊ കൂട്ടമായിട്ടുള്ള സിയാറത്ത്, കൂട്ടമായിട്ടുള്ള ദിക്റുകളിലേക്ക് ഒരു സൂചന എന്നോളം അവിടെ നിന്നും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് കാണാം, വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ദിക്ർ ചെല്ലുന്നതായ ആണുങ്ങള്, ദിക്ർ ചെല്ലുന്നതായ പെണ്ണുങ്ങള്. ഈ ദാക്കിരീന എന്ന് പറഞ്ഞതും മുതഅല്ലിമീങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി അതായിട്ട് ഇന്ന് മഗ്രിബിന് ദർസ് നടത്താൻ കഴിഞ്ഞില്ല പുറത്തെ. അപ്പൊ ഇതൊന്ന് പഠിച്ചു. എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ ദാക്കിരി എന്ന് പറഞ്ഞത് ഇസ്മു ഫായിലാണല്ലോ. ആ ഇസ്മു ഫായിലിന്റെ ജമ്മാണല്ലോ ദാക്കിരീന എന്ന് പറഞ്ഞത്. അതിലേക്കുള്ള അലിഫുലാമും കൂടി കടക്കുമ്പോൾ എന്തായി, അവിടെ നിന്ന് വെച്ചിട്ട് ജമ്മോദിയ മുതഅല്ലിമീങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ഉമൂമുൽ അഷ്ഖാസി യസ്തൽസിമു ഉമൂമൽ അഹ്വാലി വൽ അസ്മാനി വൽ ബിഖാ. عموم الأشخاص يستلزم عموم الأحوال والأشخاص والأزمان والبقاع. അപ്പൊ ഏത് സമയത്ത് എപ്പോൾ ആര് എങ്ങനെ ദിക്ർ ചൊല്ലിയാലും അവനിക്ക് എന്ത് കിട്ടുന്നു? വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി അദ്ദല്ലാഹു ലഹും അജ്റൻ അദീമാ. അവർക്ക് ഭയങ്കരമായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തയ്യാർ ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ അതോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഒരാഴ്ച മുമ്പ് നമ്മളെ ദിക്റിന്റെ ബാനർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായി. വല്ലാത്ത വിഷമായി പോയി. ഇവിടുത്തെ പള്ളിൻ്റെ ഖാദിമാണല്ലോ. അപ്പോൾ ഒരു വിഷമായി പോയി, തൂങ്ങിക്കിടക്കും. പിന്നെ ഒരു ബാനർ ഭയങ്കര ഉഷാറായിട്ട് കാണുന്നുണ്ട്, വേറെ കുറച്ച് ബാനറുകൾ ഉഷാറായിട്ട് കാണുന്നുണ്ട്. ഈ ബാനറിൽ തൂങ്ങിക്കാണുന്നു. നമ്മളെ ഇന്ന് ഖുർആൻ ഓതുമ്പോൾ എനിക്കൊരു ഓർമ്മയും വന്നു. ഫാറാദ ഞങ്ങൾക്കല്ലാ എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് വെച്ചിട്ട് അത് പൊളിയാൻ അങ്ങനെ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ശൈലിയുണ്ടാണ് മുഖ്തസർ. ആ രൂപം കാണിച്ച് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നാന്ന് മംഗളാന്തിയിൽ പോകുമ്പോൾ നല്ല നിലക്കൊരു ബാനറെല്ലാം ഉഷാറായിട്ട് ദിക്റിൻ്റെ ബാനർ അതിനോട് കൂടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ബാനറുകൾ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ ബാനർ അത് ദിക്റിൻ്റെ ബാനറാണ്, അത് ഇൽമിൻ്റെ ബാനറാണ്, അത് ഇസ്ലാമിൻ്റെ ബാനറാണ്. അതിനെ നാം ബഹുമാനിക്കുകയും ആ ദിക്റിനെ ആദരിക്കുകയും ചെയ്യണം. നമ്മുടെ സമയങ്ങൾ അനാവശ്യമായി കളയാനുള്ളതല്ല. നമ്മുടെ സമയങ്ങൾ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അലാ ബിദിക്രില്ലാഹി, ദിക്ർ കൊണ്ട് മാത്രമേ അവനിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, സമയം അടുത്തിട്ടില്ലേ? അവിടുന്ന് ദിക്ർ ചെല്ലാനും മനസ്സിലാക്കാനും അവിടുന്ന് സ്മരിക്കാനും സമയമടുത്തായിട്ടില്ലേ എന്നുള്ള ഭയങ്കരമായൊരു ചോദ്യം അവിടുന്ന് മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ അല്പം ഒന്ന് ചിരിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് അപ്പോൾ തന്നെ ഒരു ആയത്തിറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും ദിക്റുമായിട്ട് മുഴുകി. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ ദിക്ർ കൊണ്ട് മുഴുകേണ്ടവരാണ്. കാരണം ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ കേൾക്കേണ്ടത് ദിക്റാണ്. ഇനി അവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ അവിടെ നിന്നും പറയേണ്ടത് ദിക്റാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ദിക്റിനെ ബഹുമാനിക്കാനും ആദരിക്കാനും അവിടുന്ന് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദിക്റിനിക്ക് ആരെല്ലാം, ഈ പരിപാടിക്ക് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.